ഹലോ ഹായ്. എൻ്റെ കുറേ നാളല്ല കേട്ടോ, ഒരു 2 ഇയറായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ വടക്കുന്നാഥനിലെ ആനയൂട്ട് കാണാൻ പോകണമെന്ന്. എന്തായാലും ഇക്കൊല്ലം അത് സാധിച്ചു തരാമെന്ന് സഞ്ചപ്പം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ വന്നിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്കാണ് കേട്ടോ. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് സഞ്ചപ്പൻ ഒരേ നിർബന്ധം, ഞാൻ പൂ വെക്കണം എന്നുള്ളത്. അവൻ തന്നെ വാശി കൊടുക്കുന്നുണ്ട്, നമുക്കൊന്നും നോക്കാനല്ല. വാങ്ങിച്ച് ഞാൻ തലയിൽ വെച്ച് കുറച്ച് നീങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ വന്നിട്ട് ചിന്തിക്കട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പം കുറവാണ്. പക്ഷേ അതൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ചെന്നപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ നടയിലേക്ക് ഉള്ളിലേക്ക് ആനകളെയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയേണ്ട, കുറേ ആനകളുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നും പറയാനൊന്നും എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. കുറേ ആനകളുടെ പേരൊക്കെ എനിക്ക് സഞ്ചപ്പം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ മഴ, ആനയൂട്ട് വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കുട കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുടയൊക്കെ എടുത്ത് സഞ്ചപ്പം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അസാധ്യ തിരക്കായിരുന്നു. തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ ആനയൂട്ടിൻ്റെ തിരക്കിൻ്റെ കാര്യം ഞാനായിട്ട് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിത് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ. എന്നാൽ തിരക്കിനിടയിൽ കൂടെ ഞാൻ എങ്ങനെയോ ഞൊഴഞ്ഞ് കയറി ഞാൻ കുറച്ച് എന്താ പറയുക, ആനയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഞാൻ സംഘടിപ്പിച്ചു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ മുന്നിൽ നിന്ന്. അവനാണ് എനിക്ക് ചോളം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, കാണാൻ പറ്റും. അമ്മാതിരി ഇടിയും തൊഴിയുമായിരുന്നു എനിക്ക് പുറകിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തിരി ഇടി കിട്ടിയാലും ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് നടന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളും, കുറേ സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കിനിടയ്ക്ക് അവരുടെ അടുത്ത് പോകാനും ഫോട്ടോ എടുക്കാനും ഒന്നും പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊന്ന് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ദീപ്തി കല്യാണി ചേച്ചിയെ കണ്ടത് കേട്ടോ. ദീപ്തി കല്യാണി പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് അവരൊന്നും പേര് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും മഴ കൂടിയിട്ടോ, ഭയങ്കരമായിട്ട് മഴ കൂടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സഞ്ജു എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. മഴ നനഞ്ഞ് അളിഞ്ഞ് ചീഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം പോയത് എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതിലേക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് അച്ഛൻ വാങ്ങിച്ചു തന്ന ബലൂൺ ഇപ്രാവശ്യം എന്തായാലും എൻ്റെ സഞ്ചപ്പനാണ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ചു കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.